ഇതാണ് കല്ലുരുക്കി. ഇത് എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു അറിവും ചെറുതല്ല. കല്ലൂരിക്കെ കുറിച്ച് ഞാൻ നമ്മുടെ നാട്ടിലെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. സലീംക്ക, അതുപോലെ കലന്തനിക്ക, മമ്മനിക്ക, ഇവരോടൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചു. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്ത ആൾക്കാരുമാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഇത് കണ്ടാൽ അത് പറിച്ചെടുക്കാനുള്ള ഒരു ഇത് ഇല്ല. അപ്പോൾ ഉറപ്പടി വയൽ സൈഡ് കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകാൻ ഞങ്ങൾക്കാണ് സലീമൊക്കെ പറഞ്ഞത്. എന്തായാലും ഉറപ്പടിയേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. സലീം പറഞ്ഞു എന്തായാലും കിട്ടും, അവിടെ ഇന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആളെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഉറപ്പടിയേക്ക് വണ്ടി കയറി നേരെ ഉറപ്പടി എത്തി നേരെ ഫൈസൽ ഖാൻ്റെ കടയിലാണ് എത്തേണ്ടത്. നോക്കുമ്പോൾ ഫൈസൽക്ക അവിടെ ഇല്ല. ഫൈസൽക്കാർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ്. ഫൈസൽക്ക വരും, ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുവഴി ഉദയനേട്ടൻ പോകുന്നു. ഉദയനേട്ടനോട് ഞാൻ ചോദിച്ചു, ഈ കല്ലുരുക്കിനെ കുറിച്ച് അറിയോ ഉദയനേട്ടാ? ഇല്ല മോനെ, അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഉദയനേട്ടൻ അങ്ങ് പോയി. ഇത് നമ്മുടെ ഫൈസൽ ഖാൻ്റെ കടയാണ്. ഫൈസൽ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബി ആണ്. ബിഗ് ബ്രദർ, ബിഗ് ബോസ്, ബിഗ് ബായ്, അതൊരു സകലകലാവല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാം. പുള്ളിയുടെ കടയാണ്. ഒരു മിനി സൂപ്പർ മാർക്കറ്റ് എന്ന് വേണം വിശേഷിപ്പിക്കാം. അത്രയും മനോഹരമായാണ് കട കൊണ്ട് നടക്കുന്നത്. ഫൈസൽക്കാർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നു. അങ്ങനെ ഫൈസൽക്ക് എത്തിയിരിക്കുകയാണ്. ഫൈസൽക്ക് പറഞ്ഞു കുറച്ച് സമയം അപ്പുറം പോയി നോക്കടാ, ജനു ആ സൈഡിലുണ്ടാവും നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മെല്ലെ വയൽക്കരയിലൂടെ നടന്ന് തോട്ടിൻപരമ്പിലൂടെയുള്ള ആ യാത്ര അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാ കാണുക, അത്രയും മനോഹരമായ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വയലാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണിത്. അതിമനോഹരം. അത് അവിടെ നിന്ന് വരുന്നു. അയ്യോ, പുല്ലൊക്കെ ചെത്തി വരുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ ആ കല്ലുരുക്കി സാധനം ഉണ്ടാവും. പുല്ലും ചെത്തിക്കൊണ്ട് ചേട്ടൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് വൈകിട്ട് കാതർക്ക മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാതർക്കാണ്ട് ചോദിച്ചു, കാതർക്ക ഇങ്ങനൊരു സംഭവം ഉണ്ടോ, എന്താ അറിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കാതർക്കാൻ്റെ മറുപടി ഇങ്ങനെയാണ്. കല്ലുരുക്കി അതിനെ കുറിച്ച് അറിയോ? കണ്ടാൽ അറിയാൻ പറ്റുന്നതാണ്. അങ്ങനെ സംഭവം കണ്ടിട്ടില്ല. ആഷിക്കിൻ്റെ അതിലേ പോകുന്നു. ആഷിക്ക് പറഞ്ഞു എവിടെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു കല്ലുരുക്കിയാണ്, നീ വരുന്നോ നോക്കാൻ വരുന്നോ ഒക്കെ പറഞ്ഞു. ഇല്ല ഞാൻ പോകുമെന്ന് പറഞ്ഞു. അവൻ അങ്ങ് പോയി. അങ്ങനെ കാത്തിരിപ്പ് തുടരുന്നു. ഇനിയിപ്പോൾ ജനു വരണം എന്നാണ് ഫൈസൽക്ക പറയുന്നത്. ഫൈസൽക്ക പറഞ്ഞാൽ ആട് ഇടിയൊക്കെ ഉണ്ടാവും, പക്ഷേ പറിച്ചു തന്നാൽ പണിയാവും. ഇതുപോലത്തെ ഒരുപാട് കാടുകളും കാര്യങ്ങളും ഉള്ളതാണ്. അത് നോക്കി പറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു. എനിക്ക് നാളെ ഇവരൊക്കെ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഒരു കുറുന്തോട്ടി ടൈപ്പുള്ള ഒരു സാധനമാണ്. അവിടെയൊക്കെ തിരഞ്ഞു, അവിടെയൊക്കെ നോക്കി, നോ രക്ഷ, അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ കാത്തിരിക്കുന്നു. ഇതാ നമ്മുടെ നായകൻ എത്തിയിരിക്കുകയാണ്. മിസ്റ്റർ ജനുബായി എത്തിയിരിക്കുകയാണ്. ഇനി ടെൻഷനില്ല. പുള്ളി വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. പുള്ളിക്ക് ഇതിനെ കുറിച്ചുള്ള വളരെ നോളജാണ്. വേര് ആയുർവേദത്തിന് ഉപയോഗിക്കുന്ന മെഡിസിൻ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി ഒരു കലാകാരൻ കൂടിയാണ്. നാടൻപാട്ട് കാര്യങ്ങൾ, അതുപോലെ മരം മുറി അഭ്യാസങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. എന്നാൽ പുള്ളി പോവുകയാണോ? നമ്മളെ കാത്തു നിൽക്കുന്നതിനല്ലേ പുള്ളി. ഓക്കെ, പുള്ളിയുടെ പിറകെ തന്നെ ഓടി. പുള്ളി നേരെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിറകിൽ ഓടി പിടിച്ചു. പുള്ളി എന്തോ വെച്ചെടുക്കാൻ പോകുന്ന പോലെ പോയിട്ടുണ്ട്. ഇങ്ങനെ തപ്പിക്കൊണ്ട് ഇതാ കിട്ടിയെന്ന് തോന്നുന്നു. കല്ലുരുക്കി കിഡ്നി സ്റ്റോൺ സ്ട്രോങ് ആണ്. ഇതിനെ കുറിച്ച് ഇത് മൂത്രക്കടച്ചല്, പിന്നെ കല്ല് സ്റ്റോണിന് എല്ലാം ബെസ്റ്റാണ്. ഇത് ശരിക്കും നമ്മൾ കഴിക്കേണ്ട വിധം കഴിക്കുന്ന പച്ചക്ക് തിന്നാ. അതിന് ചോയ പിടിച്ചിട്ടെങ്കിൽ ശേഷം പാല് ചേർക്കാന്നേ ഉള്ളൂ. പൊരിച്ചെടുത്തിട്ട് ഇത് മൊത്തമായിട്ട് കഴുകിയിട്ട് വേരടക്കം ചവച്ചു കഴുകി മണ്ണെന്ന് കളഞ്ഞിട്ടേ വേരടക്കം നമുക്ക് കുടിക്കാൻ പറ്റും. പണ്ട് അമ്മിയിലാരക്കില്ല, ഇപ്പൊ മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഇതാണ് സാധനം. ഇത് എങ്ങനെ എത്ര അളവിൽ മൊത്തത്തിൽ കഴിക്കാൻ നമുക്ക് ഒത്തിരി കഴിക്കാം? അങ്ങനെയാണ് കണക്ക്. ഒരു ഗ്ലാസ്സിന് ഒന്ന് രണ്ട് തണ്ട് മതിയാവും. ഒന്ന് രണ്ട് തണ്ട്. ഇതല്ല, ഇതിന് കുറച്ച് വലുതിൽ അത് 2 തണ്ട് മതിയാവും. രാവിലെയും വൈകിട്ടും പത്തിയൊന്നും കാര്യം കറവടുന്നില്ല. ഇതാ സാധനം. വെറുതെ തന്നാൽ നെല്ലിക്കൊന്നും എനിക്കുണ്ടോ? ഇത് വെള്ളം കുടിച്ച വരെ മധുരമുണ്ടാവും. ഒന്നും നല്ല സാധനം. വെറുതെ ഒന്നും നമുക്ക് നിലവില്ല. ഓൾറെഡി വെറുതെ കഴിക്കാൻ പറ്റും. വെറുതെ കഴിക്കാം. അത്രയും ഇതാണ് ബെസ്റ്റ് സാധനം ഇത് കല്ലുരുക്കി. തൊഴിലുറപ്പ് വിത്ത് കണ്ട പൂക്കായി ആകുന്നവർക്ക് ബാക്കി കളഞ്ഞിട്ട് ഇപ്പം നിലവിന്റെ വിത്ത് കുത്തി. ഇതിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് ജനുവിന് കിട്ടുന്നത്? ജനുവിന് കിട്ടുന്നത് നമ്മളപ്പോ പരമ്പരയായിട്ട് ഇതുണ്ട്. ഇത് പൂവാങ്കുറുന്തില, ഇത് നമ്മളെ മറ്റേ ബൃങ്കരാജെന്ന് പറഞ്ഞ സാധനല്ലേ, അതുണ്ട്. എണ്ണ കാച്ചി കിടക്കുന്ന സാധനം, അതാണ് സാധനം. കഞ്ഞണ്ണി എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവില്ല. ബൈക്ക് കഴിക്കി തൊഴിലുറപ്പ് ഇരുത്തി കളഞ്ഞു. ഓക്കെ, താങ്ക് യു ജിനു, ഇത് കണ്ടുപിടിച്ചതിന് സഹായിച്ചതിനും. ഓക്കെ, ഇങ്ങനെ ഒരു മെഡിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് കല്ലുരുക്കി, ഇത് കിഡ്നി സ്റ്റോൺ അതുപോലെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ നാട്ടിൻ പുറത്തെ തോട്ടും വരമ്പുകളിലും വയൽ സൈഡിലൊക്കെ കാണാൻ പറ്റുന്ന നിത്യ സാധനമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. നന്നുള്ള കടല ഇങ്ങനെ എല്ലാവരും മെയിനായിട്ട് പറമ്പിലുണ്ടാവില്ല ഇത്. ഓക്കെ, ഇഷ്ടംപോലുണ്ട്. അധികം പൊട്ടി കൊടുക്കുന്ന നല്ല സാധനം, ആരോഗ്യം. ഇത് കിടലിനാവും കേട്ടോ. പ്രത്യേക മണവും കാര്യമൊന്നുമില്ല. പക്ഷെ നല്ലൊരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക ആടുണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. വളരെ സുന്ദരമായ സാധനമാണ്. നമ്മൾ വേപ്പിന്റെ ഒരു ചോയാണ് വരുന്നത്. കല്ലൂരിക്ക് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഏട്ടം വന്നു. ഈ ഒരു ഏട്ടം പറഞ്ഞാൽ നമ്മൾ വെയിറ്റിംഗ് ഷെഡിലും അതുപോലെ ചായക്കടിയിലും വായനശാലയിലൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഏട്ടനാണ്. എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ലോഗ്യവും കാര്യങ്ങളൊക്കെയാണ്, നല്ല കാര്യങ്ങളൊക്കെ അപ്പുറപ്പുറം ചോദിച്ചറിഞ്ഞ് നല്ലൊരു ഏട്ടനാണത്. അപ്പോൾ അത് ജനു പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനൊന്ന് പോട്ടടാ, അത് ബാക്കി നാളെ എത്തിച്ചേരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പിന്നെ ഓക്കെ താങ്ക് യുടാ എന്നൊക്കെ പറഞ്ഞു അവനെ സന്തോഷത്തോടെ യാത്ര. അറിയുന്നതുകൊണ്ട് ഈ സാധനം കണ്ടുപിടിച്ചു. നമുക്കിതിപ്പോ നമ്മൾ പറിച്ചാടുന്ന ഒരു കാട്, നിസ്സാരമായിട്ട് നമ്മൾ തള്ളിയിരിക്കുന്ന ഒരു കാട് മാത്രമായിരുന്നു. പക്ഷേ ഇതിന്റെ വില അറിയണമെങ്കിൽ ശരിക്കും ഇതിനെ കുറിച്ച് അറിയണം. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം കാതർക്കാക്കും കൂട്ടാളികൾക്കും മനസ്സിലായി. ഇപ്പൊ പറയുന്നുണ്ട് അവിടെ കിട്ടും ഇവിടെ കിട്ടും. അവർക്ക് സംഭവം കണ്ടാൽ തിരിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അവർക്കൊക്കെ അറിയാം സംഭവങ്ങൾ. പക്ഷെ കാര്യം എന്ത് തന്നെ ആയാലും ജനുബായി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. താങ്ക് യു ജനുബായി, കല്ലൂരിക്ക് കാണിച്ചു തന്നതിനും അത് പറിച്ചു തന്നതിനും. അങ്ങനെ കല്ലൂരിക്ക് കിട്ടിയ സന്തോഷത്തോടെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമന്റ്, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.